ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ 2 ആഴ്ചകൾ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ ആഴ്ച തുടങ്ങാൻ പോകുകയാണ്. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കൂടെ കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ ആഴ്ചയ്ക്ക് തുടക്കമായി സീസൺ 7. അപ്പം ഇതുവരെയുള്ള 2 ആഴ്ചകൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു സീസണിലെ ഏറ്റവും വാഴ കണ്ടസ്റ്റന്റുകൾ ആരൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഒത്തിരി പേരുണ്ട്, എന്നിരുന്നാൽ പോലും നമുക്ക് മാക്സിമം പ്രത്യേകിച്ച് ഒരു ഇതുമില്ലാതെ വെറും വാഴകളായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടരുന്ന കുറച്ച് പേരുണ്ട്. ഇനി വരും ദിവസങ്ങളിലും വലിയ പ്രതീക്ഷിക്കാനൊന്നും വകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരിൽ നിന്ന് എന്താണെങ്കിലും നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ആരെങ്കിലും മുന്നോട്ട് കയറി വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ രേണു സുധി. ഈ ഒരു സീസണിലേക്ക് ബിഗ് ബോസ് എന്തിനാണ് രേണു സുധിനെ കൊണ്ടുവന്നത് എന്നറിയില്ല. പുറത്തെ ആ ഒരു എന്താ പറയുന്ന റീലിലൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോട് കൂടി കിട്ടിയ റീച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നു കഴിയുമ്പോൾ ആ ഒരു നെഗറ്റീവ് സംസാരങ്ങളും ടോക്കും സോഷ്യൽ മീഡിയകളിൽ നടക്കും. ബിഗ് ബോസിന് അതിൻ്റെതായിട്ടുള്ള ഒരു ചർച്ചകൾ പുറത്ത് നടക്കുമെന്ന് കരുതിയാണോ രേണു സുധീനെ ഈ ഒരു സീസണിലേക്ക് കൊണ്ടുവന്നത് എന്നറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ബിഗ് ബോസിന്റെ ഉദ്ദേശമൊന്നും നടന്നില്ല. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയിട്ടും രേണു സുധിയുടെ സൈഡിൽ നിന്നും പ്രത്യേകിച്ച് കണ്ടന്റുകളോ അല്ലെങ്കിൽ ഒരു മികച്ച കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒന്നും തന്നെ രേണു സുധിയുടെ സൈഡിൽ നിന്നും വന്നിട്ടില്ല. പ്രത്യേകിച്ച് സ്ക്രീനിൽ പോലും ആള് വരുന്നില്ല. ഒന്ന് രണ്ട് ഉമൻ കാർഡുകൾ ഇറക്കി അവിടെ ഇവിടെയൊക്കെ സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതൊന്നും നടപടി ഉണ്ടായിരുന്ന കാര്യമല്ല. എനിവേസ് നമുക്കൊരു വാഴകൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വാഴ കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ നമുക്ക് ആദ്യം തന്നെ രേണു സുധീനെ പറയാൻ സാധിക്കും. അടുത്തത് നമുക്ക് സരികയൊക്കെ എന്തിനാണ് ഈ ഒരു സീസണിൽ വന്നിരിക്കുന്നത് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല. ഗെയിമുകളിലും ടാസ്കുകളിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എവിടെയാണ് ആളെന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്കും വീക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സരിക, കലാഭവൻ സരിക എന്ന് പറയുന്നത്. അടുത്തത് ശൈത്യ. ഈ ഒരു സീസണിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാൻ ശൈത്യയെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചൊരു അഭിപ്രായങ്ങളോ നിലപാടുകളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് വരാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഒന്ന് രണ്ട് വഴക്കുകളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായി. അതിനിടയിൽ കുറച്ച് ഒച്ച പൊങ്ങി കേട്ടു എന്നതല്ലാതെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ശൈത്യയുടേതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ഇതുവരെയും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അടുത്തത് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒനിൽ സാബു. അപ്പോൾ ഒരു മിഡ് വീക്ക് സസ്പെൻഷൻ വഴി പുറത്തു പോയിട്ട് ആൾ ഓൾറെഡി ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഒനിൽ സാബുവും പ്രത്യേകിച്ച് ഒരു കണ്ടന്റും കൊടുത്തതായിട്ട് കണ്ടില്ല. ആദ്യ ആഴ്ചയിൽ മൊത്തം കിച്ചണിലായിരുന്നു. രണ്ടാമത്തെ ആഴ്ച പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ ചെയ്യുന്നതായിട്ടും കണ്ടില്ല. വെറുതെ അവിടെ ഇവിടെ ഇരിക്കുന്നതായിട്ട് ഒരു മിഡ് വീക്ക് സസ്പെൻഷനിൽ വന്ന് പുറത്തു പോയത് കൊണ്ട് ആളുടെ പേര് പോലും ശരിക്ക് പുറത്തേക്ക് കേട്ടു. അടുത്തത് നമ്മുടെ ശാരികയാണ്. ഹോട്ട് സീറ്റ് ഇന്റർവ്യൂർ ഒക്കെ ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 വന്നു. ഭയങ്കര എന്താ പറയുന്നത്, സ്റ്റബോൺ ആയിട്ട് നിൽക്കുന്ന, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ലേഡിയാണെന്നൊക്കെ എല്ലാവരും ഒക്കെ കരുതിയെങ്കിലും ഈ ഒരു സീസണിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് ശാരികയുടേതായിട്ടുള്ള ഒരു സംഭാവനകളും ഈ ഒരു സീസണിലേക്കായിട്ട് ഇതുവരെയും കൊടുത്തിട്ടില്ല. സോ ഒരു വാഴ കണ്ടസ്റ്റൻസിന്റെ ഒക്കെ ഒരു കാറ്റഗറിയിലേക്ക് തന്നെ ശാരികനെ ഉൾപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ. ഈ ഒരു സീസണിൽ അനുമോൾ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. സ്റ്റാർ മാജിക് ഫെയിം എന്ന രീതിയിലേക്ക് ഈ ഒരു സീസണിലേക്ക് വന്നിരുന്നു. സ്റ്റാർ മാജിക്കിൽ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു സീസണിൽ കുറച്ച് കരച്ചിൽ നാടകങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വിക്ടം കാർഡുകളും ഒക്കെ ഇറക്കി സ്ക്രീൻ സ്പേസ് പിടിച്ചു പറ്റാനുള്ള ശ്രമങ്ങളും സിമ്പതി വഴി ജനങ്ങളിലേക്ക് എത്താനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് അനിമോളുടെ സൈഡിൽ നിന്നുണ്ടാകുന്നത്. അല്ലാതെ ഒരു ടാസ്കുകളിലെ പെർഫോമൻസോ മികച്ച രീതിയിൽ നിൽക്കാനോ അഭിപ്രായങ്ങളും നിലപാടുകളും എടുത്ത് മുന്നോട്ട് വരാനോ ഒന്നും അനിമോളെ ഇതുവരെയും കണ്ടിട്ടില്ല. മൊത്തം നാടകങ്ങളും അഭിനയവും പരദൂഷണവും കുതിതിരിപ്പും ഒക്കെ ആയിട്ട് ഒരു സൈഡിൽ കൂടെ പോകുന്നു എന്നതല്ലാതെ സ്ക്രീനിലേക്ക് ഒരു മികച്ച ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ ഇതുവരെയും വന്നിട്ടില്ല. പാതി സമയം ശൈത്യയുടെ കൂടെ കൂടിയിരുന്ന് അവിടെ എവിടെയും പോയിരുന്ന് പരദൂഷണം പറച്ചിലല്ലാതെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് എന്ന നിലയിലേക്ക് മുന്നിലേക്ക് വന്നിട്ടില്ല. പിന്നെ ആരെങ്കിലും ഒക്കെ ചൊറിഞ്ഞ് അവരെന്തെങ്കിലും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ എവിടെയെങ്കിലും പോയിരുന്ന് കരഞ്ഞു നിലവിളിച്ച് അതൊരു സിമ്പതി വർക്കൗട്ട് ആക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് അനിമോളുടെ സൈഡിൽ നിന്ന് ഇതുവരെ കണ്ടുവരുന്നത്. സോ നമ്മുടെ ഒരു വാഴ കണ്ടസ്റ്റൻസിന്റെ ഒക്കെ ലിസ്റ്റിലേക്ക് അനിമോളെയും ഓഫ് കോഴ്സ് ഇടാൻ സാധിക്കും. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ആദില നോറ. എന്തിനാണ് ഈ ഒരു സീസണിൽ വന്നിരിക്കുന്നത് എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. രണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. ബട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ ഒരു സീസണിൽ രണ്ട് കണ്ടസ്റ്റൻസും അല്ലെങ്കിൽ അവർ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണല്ലോ, അപ്പൊ രണ്ടുപേരും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് മുന്നോട്ട് കയറി വരുമെന്ന് തോന്നിയെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നാതെ എല്ലാവരുടെയും കൂടെ അവിടെ ഇവിടെയൊക്കെ മാറിയിരുന്ന് സൊറയൊക്കെ പറഞ്ഞത് സമയം കളയുന്നു എന്നതല്ലാതെ കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇതുവരെയും ആദില നോറയ്ക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇത്രയും പേരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിലെ വാഴകൾ അല്ലെങ്കിൽ വാഴ കണ്ടസ്റ്റൻസ് എന്ന് പറയാൻ സാധിക്കുന്നവർ. മൊത്തം നമുക്ക് ഏഴുപേരാണ് വരുന്നത്. നമ്മുടെ രേണു സുധി, സരിക,
ശൈത്യ, ഒനീൽ സാബു, ശാരിക, അനുമോൾ, ആദില, നോറ. അപ്പൊ ഇവരെയാണ് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു സീസണിലേക്ക് കുറച്ച് വാഴകൾ അല്ലെങ്കിൽ വാഴ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ പറയൂ, ഈ ഒരു പറഞ്ഞവരിൽ ആരെങ്കിലും ഒക്കെ വരുന്ന ആഴ്ചകളിൽ മുന്നോട്ട് കയറി വരാൻ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകുപ്പുകൾ ഉള്ളവരുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. പിന്നെ നമുക്ക് രന, ഫാത്തിമ, നെവിനെ ഞാൻ ഇതിന്റെ കൂട്ടത്തിലേക്കൊന്നും ഉൾപ്പെടുത്തുന്നില്ല. കാരണം അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന രീതിയിൽ നിൽക്കുവാണ്. നെവിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവമില്ല, പക്ഷെ കുറച്ച് ഫൺ എലമെന്റ് ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നുണ്ട്. രന, ഫാത്തിമേനെ നമുക്ക് എങ്ങോട്ട് ഉൾപ്പെടുത്തണമെന്ന് ഇതുവരെയും തീരുമാനമായിട്ടില്ല. ആദ്യ ആഴ്ചയിൽ മികച്ച ഒരു കണ്ടസ്റ്റന്റ് എന്ന് നമുക്ക് പറയാൻ ഒരു അവസരം തന്നിരുന്നെങ്കിൽ പോലും ഈ ഒരു രണ്ടാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്താ പറയുന്നത്, പ്രത്യേകിച്ച് പഠിച്ചിട്ട് വന്ന കുറെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും കയ്യിലില്ലാതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് രന, ഫാത്തിമ. ഇപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ച കൂടി എന്താണ് പെർഫോമൻസ് എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് അടുത്ത ആഴ്ച നമുക്കൊരു നിഗമനത്തിലെത്താം. അപ്പോൾ രന, ഫാത്തിമ, നെവിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ അവിടെ നിർത്താം. സോ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.